ഇവിടെ എന്താ പരിപാടി? ട്രെയിൻ വരാൻ വേണ്ടി കിടക്കും. ട്രെയിൻ വരാൻ കിടക്കാൻ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ല. നീ ആരാ? ഞാൻ ഗൃഹനാഥൻ. അല്ലാണ്ട് ഈ പുള്ളിക്കാരന്റെ ഭർത്താവൊന്നുമല്ലോ. ഗൃഹനാഥന്റെ പര്യാദം പോലും അറിയാൻ അയ്യോ എനിക്ക് ഇതെന്റെ ചേട്ടനാ. ചേട്ടന്റെ വൈകിയേ കൊള്ളാടി കൊള്ളാം. അഴിഞ്ഞു വീണ കേശവാരം, പാതിമാഞ്ഞ പൊട്ട്. ഹലോ, ഡയലോഗ് തെറ്റിപ്പോയിട്ടോ. അത് അങ്ങനെയല്ല. അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നോക്കിലും കാണുന്ന ദൈവിക ഭാവമാണ്. അത് ജഗന്നാഥന്റെ ഡയലോഗ്. ഇത് പാവം സുകുമാരന്റെ ഡയലോഗ്. പറയണത് ഞാനാരെന്നോ? ആശാരി കള്ളത്തരം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ കള്ളത്തരം പറഞ്ഞേ? എടാ, ഈ ലോകത്ത് ഒരാശരിക്കും രൂപമില്ല. ഓഡിയോ നോ വീഡിയോ. എന്താ ഈ പറയണത്? അതല്ല, അത് ഞാൻ വിളിച്ചിട്ട് വന്നതേട്ടാ. ലാലി, എന്റെ മുഖത്ത് നോക്കി തന്നെ നീ സമ്മതിച്ചല്ലോ ഞാൻ വിളിച്ചിട്ട് വന്നത്. മനസ്സിലായി? നീ മിണ്ടരുത്. ഇതെന്ന് തുടങ്ങിയത് നീ പരിപാടി? ഞാനിത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അത് കലക്കി. കൊള്ളാടാ. അല്ല, അതെന്നാ എന്ന അഭിമാനത്തോടെ പറയും ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അല്ല, ഫീൽഡിനാണല്ലോ നമ്മളിപ്പോ വീടുകളിൽ പോയി ചെല്ലുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഹോം ഡെലിവറി നമുക്ക് പല രീതിയിലാണല്ലോ. അതായത് ചിലപ്പോ ചില ക്ലയന്റ് ഇങ്ങോട്ട് വരും. ക്ലയന്റ് ഡെലിവറി ഫീൽഡ് അപ്പൊ മൊത്തത്തിൽ അങ്ങ് എക്സിക്യൂട്ടീവ് വൽക്കരിക്കുക സംഭവം. നാണമില്ലടാ ഇത് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്തിനാ നാണിക്കണത്? എന്റെ അച്ഛനല്ലേ എന്നെ തൊഴിൽ പഠിപ്പിച്ച. അച്ഛനെ എന്നെ കൈ പിടിച്ച് തൊഴിലിട്ട് കൊണ്ടുവന്നു. സ്വന്തം മകൻ ഈ വീട്ടിലേക്ക് കൈ പിടിച്ചിറക്കിയത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തോ കിടന്ന് പറഞ്ഞു പ്രാന്തായി പോയത്. ഒന്നുമില്ല. ഇത് ഞാൻ കൈ നിൽക്കുന്ന വിഷയം. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എവിടെ ഫോൺ? പോലീസിനെ വിളിച്ചാൽ ഉടക്കും. പോലീസിനോട് ഉടക്കാൻ മാത്രം നിനക്ക് ധൈര്യമായില്ല. അതല്ലേ പറഞ്ഞത്. പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും. അപ്പൊ നാക്കുടക്കും. പോലീസിനെ വിളിക്കണ്ട. നാക്കുടക്കണ്ട. നിനക്കുള്ള പണി ഞാൻ തന്നെ തരാം. എന്ത് പണി? നിങ്ങൾക്ക് തൽക്കാലം ഓളമുണ്ടോ? നിങ്ങൾ എന്തിനാ മരപ്പണിക്കാരനെ തല്ലുന്നത്? മരപ്പണിക്കാരൻ ഞാൻ ഈ കട്ടിലിൽ വീതി കൂട്ടാൻ വേണ്ടി വിളിച്ചു വരുത്തിയതല്ലേ? അയ്യോ, അറിയാതെ ചവിട്ടി കൂട്ടിയും ഞാൻ വല്ല പറയുന്നില്ല. ഞാനോട് മരപ്പണിക്കാരൻ. ഹലോ, പരിചയപ്പെട്ടതിന് സന്തോഷം. ഞാൻ മരപ്പണിക്കാരൻ സുകുമാരൻ. അതെ, ഇത്രയും നേരം നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഞാനിവിടെ ഒരു പരിപാടിക്ക് നിൽക്കല്ല. ഞാൻ എന്റെ വഴിക്ക് പോവാണ്. ക്ഷമിക്കൂല. ഒരു പണിക്കാരൻ ഞാൻ. അറിയോ പൊന്നു സുഹൃത്തെ, പറയുന്ന നിങ്ങൾ ഇവരുടെ കൂടെ കട്ടിലേക്ക് കയറി കിടന്നുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ ഉണ്ടായത്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാന്ന്. നിങ്ങൾ രണ്ടുപേരുടെ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുലുക്കി ട്രെയിൻ പോകുമ്പോ താഴെ വീഴുന്നു പറഞ്ഞില്ലേ? അത് കാണിച്ചു തരാൻ വേണ്ടി പുള്ളിക്കാരി എന്നെ കടത്തിയതാണ്. സംഭവിച്ചു പോട്ടെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി ഞാൻ ചെയ്തു തരികയില്ല. പൈസ എനിക്കൊരു പ്രശ്നമില്ല, എത്ര വേണേലും തരാം. ഓക്കെ. പിന്നെ 100 രൂപ കൂടി ചോദിക്കില്ല. 100 രൂപയ്ക്കാണ് ഞാനിത് പണിയാൻ വേണ്ടി. ചേട്ടാ, പൈസ ഞാൻ തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും കട്ടിലൊന്ന് വീതി കൂട്ട്. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് ട്രെയിൻ പോകുമ്പോ കട്ടിൽ നിങ്ങൾ കുലുങ്ങി വീണതല്ല. വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ല. അതാണ്. അവന്മാരെ കിടപ്പ് മണ്ടേ ശരിയല്ല. വാസ്തുവും പുരുഷനും അടിച്ചാ ഓടലകളൊക്കെ ഉള്ളതും തുണിയില്ലാതെ. നിങ്ങളുടെ കൂട്ടുകാരൻ വാസ്തുപുരുഷന്റെ കാര്യമല്ല പറഞ്ഞത്. ചേട്ടോ, ഈ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും കാണാൻ പറ്റില്ല അയാളെ. പിന്നെ കാണാൻ പറ്റാത്തത് പുരുഷനാണെന്ന് നീ എങ്ങനെ അറിഞ്ഞതാ? അത് വാസ്തു സ്ത്രീയാണെങ്കിലും അത് ശരിയാട്ടാ. രണ്ടും കണക്കാണല്ലേ സംഭവം ഒന്ന് പറ. വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, അയലോക്കത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം. എന്റെ വീട്ടിൽ മാത്രമല്ല അയലക്കത്തുണ്ടോ? എന്നാ പ്രശ്നമില്ല. അതാണ് അതിലാണ് മലയാളിയുടെ തനിക്കോണം ഇപ്പോഴാണ് ആയത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയോ? ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാസ്തുപുരുഷനെ തൃപ്തിപ്പെടുത്തണം. എന്നാ കൊടുത്താ പുള്ളി തൃപ്തിപ്പെടും. ഒരു ബീറും ബിരിയാണി മേടിച്ചു കൊടുക്കും. ഓക്കെ, 450 രൂപയുടെ കേസല്ലേ ഉള്ളൂ, ചെയ്തേക്കാം. എന്നതാ ഇത് ഈ പറയണത്? ഒന്നും മിണ്ടാതിരിക്കട്ടെ. ഈ വീട്ടില് കന്നിക്കോണ അഗ്നികോണ ഏതാണ്? കന്നിക്കോൺ അഗ്നികോണ ആ മൂലയില്. ആ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ നടുവിൽ കാണുന്ന എന്താണ്? അത് പോപ്കോൺ. പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചു. അതല്ലെന്ന്. ഈ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ അതിൽ നോക്കുമ്പോ കാണുന്ന നെല്ലിമരം കണ്ടോ? ആ നെല്ലിമരം നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങൾ വെട്ടാൻ പാടില്ല. വെട്ടിയ പ്രശ്നമാണോ? വെട്ടിയ പ്രശ്നമൊന്നുമില്ല. വെട്ടാണ്ടിരിക്കുവാണെങ്കിൽ അതിനകത്ത് നെല്ലിക്ക പറിച്ച് തിന്നാം. നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു മധുര. ഇന്ന് മണ്ടത്തരം വളമ്പാണ്ട് ആ കട്ടിലൊന്ന് ശരിയാക്കിട്ട. കട്ടിൽ ശരിയാക്കണമെങ്കിൽ ഒരു കാര്യം, ഞാൻ പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ. തടി കുറച്ചുകൂടെ വേണം. ഇനിയോ? അല്ലെങ്കിൽ തന്നെ തടി വെച്ചിട്ടുള്ള ഹൗസ് ഒന്ന് ഭാഗമായിട്ട് ഇനി എനിക്ക് തടി വെക്കാൻ പറയണത് പറഞ്ഞ കറക്റ്റ്. അവിടെ ഈയിടെ തടി കൂടി വരുമോ? അതല്ല പറഞ്ഞത്. കട്ടിലിൽ വീതി കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ തടി കഷ്ണം പലക വേണം. അതായിരുന്നു കട്ടിലിൽ എപ്പോഴും എളുപ്പിച്ചു. എടുക്ക സംഭവം എടുക്ക്, പെട്ടെന്ന് എടുക്ക്. നമ്മളിതിങ്ങനെ അല്ല, ഇനി വേറെ മരം വേണ്ടേ? ഇപ്പൊ വേറെ എടുത്തോ. ഹലോ, സന്തോഷം. ഓ റെഡി. ഞാൻ നേരിട്ട് കണ്ടോളാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. വെച്ചോ. തടി വെട്ടാൻ പറ്റേ? വെട്ടാൻ പറ്റേനാ? വെട്ടങ്ങോട്ട് വെട്ടണ്ട. വെട്ടരുത്.
ആന്റി ഇത് വൈപ്പറല്ല വാക്കത്തെയാണ് എന്റെ കൈയുടെ കുഴ വേലെടുക്കും. നിങ്ങൾക്ക് എന്തിന്റെ കാണാതെ മരം വീതി കൂട്ടാൻ പറ അങ്ങോട്ട്. വെട്ടണ്ട. ആ. ഇവിടെ കട്ടിൽ പണിയേണ്ട കാര്യമില്ല. വേണം, കട്ടില് പണിയണം, വീതി കൂട്ടാൻ അങ്ങോട്ട്. നിങ്ങൾ ആദ്യം തീരുമാനിക്കും ഇത് ഉണ്ടാക്കണോ തീരുമാനിക്കും. ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എടി വെട്ടേണ്ട കാര്യമില്ല, കട്ടിൽ പണിയേണ്ട. എന്റെ പൊന്നേട്ട വീട് നാടുകൊഴുന്ന എന്റെ നിങ്ങൾ മര്യാദക്ക് ഇതിന് വീതി കൂട്ടാൻ നോക്കിയേ. ഒന്നൊക്കെ ഈ കട്ടില് വീതി കൂട്ട്, അല്ലെങ്കിൽ ഒന്ന് താമസം മാറ്. അത്രയല്ലേ ഉള്ളൂ. ആ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറുന്നു. അതിനുള്ള കോളായി ഫോണിലേക്ക് വന്നു. ആണോ? എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. എവിടെ കേട്ടാ പോണേ? നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട്ടേക്കാണ് താമസം പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭാഗ്യാണ്. പാലക്കാട് അടിപൊളി സ്ഥലല്ലേ, നല്ല ഗ്രാമാന്തരീക്ഷം, നെൽപ്പാടം, പച്ചക്കറിക്കൊക്കെ വിലക്കുറവല്ലേ. ചേട്ടാ ഈ പാലക്കാട് എവിടെയാണ്? ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പറ്റേ. അപ്പൊ മറചട്ടിന്ന് എഴുതിയിലേക്ക്. ചേച്ചി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഈ കണ്ണ് രണ്ടുപേര് കിടന്നാ വീഴും, അത് ഉറപ്പ്.